നമസ്കാരം, വെൽക്കം ടു ദിവ്യാസ് ഡയറീസ്. ഇന്നത്തെ റെസിപ്പി മൈക്രോഗ്രീൻസ് വെച്ചുള്ളതാണ്. മൈക്രോഗ്രീൻസ് എന്താണെന്നും അതെങ്ങനെയാണ് പല രീതിയിൽ വീടുകളിൽ വളർത്തിയെടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർഡിലും കൊടുത്തേക്കാം. സാധാരണ ഇലക്കറികളെക്കാട്ടിലും ഏറെ ഗുണമുണ്ട് മൈക്രോഗ്രീൻസ് ഇലക്കറികൾക്ക്. ഇന്ന് മൈക്രോഗ്രീൻസ് വെച്ചുള്ള തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിവിടെ ചെറുപയറിന്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. തണ്ടോടുകൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടാവുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ നാടൻ റെസിപ്പീസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എണ്ണ ചൂടാവുമ്പോൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില, ഒരു വറ്റൽമുളക്, ഒരു പച്ചമുളക്, 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഇപ്പം ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറുപയറിന്റെ ഇല കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് തോരനിലോട്ട് ചേർക്കാൻ വേണ്ടി 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും 2-3 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഇതൊന്ന് തുറന്നു നോക്കാം. ഇനി ഇതിലോട്ട് ചതച്ചു വെച്ചിട്ടുള്ള തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വേകാൻ അധിക സമയമൊന്നും വേണ്ട. ഇതൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പം തോരൻ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട് മൈക്രോഗ്രീൻസിന്. വളരെ ഹെൽത്തി ആയിട്ടുള്ള തോരനാണിത്. ടേസ്റ്റിന്റെ കാര്യമാണെങ്കിലും വളരെ നല്ല ടേസ്റ്റ് ആണ്. ചെറുപയറിന്റെ തന്നെ വേണമെന്നില്ല, മറ്റേത് മൈക്രോഗ്രീൻസ് തോരൻ വേണമെങ്കിലും ഇതേപോലെ ചെയ്താൽ മതി. വേണമെങ്കിൽ പല ടൈപ്പിലെ മൈക്രോഗ്രീൻസ് മിക്സ് ചെയ്തും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഹെൽത്തി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. താങ്ക്